ഇനി ഞങ്ങൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോലാണ്. ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുവും കൂട്ടീന് അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം, കാൽ ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഏകദേശം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില. എന്നിട്ട് കുക്കർ അടച്ച് വേവിക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ, ഒരു 3/4 ടീസ്പൂണ് ജീരകം, എരിവിന് കാന്താരി ചേർക്കുന്നുണ്ട്, 2 ചെറിയ ഉള്ളി, കറിവേപ്പില, 2 അരി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട്. രണ്ട് വിസിലടുപ്പിച്ചെടുക്കാം. 2 വിസിലടുപ്പിച്ചാൽ നന്നായി വേവും. മഴക്കാലത്ത് ഒറ്റ വിസിലടുപ്പിച്ചാലും ചക്ക നന്നായി വേവും. മഴക്കാലത്ത് ചക്കക്ക് വെള്ളം കുറച്ച് കുറവ് മതി, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. 2 വിസിലടിച്ച് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് പ്രഷർ പോയിട്ടുണ്ട്. തുറന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അവിയലിനെല്ലാം അരക്കുന്ന അതേ രൂപത്തിലാണ് ചതച്ച് വെച്ചിട്ടുള്ളത്. തുറന്ന് പിന്നെ സ്റ്റവ് ഓണാക്കി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. ഇപ്പോഴത്തെ ഇളക്കുന്നുണ്ട്. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നല്ല വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ചക്കക്ക് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചക്കക്ക് നല്ല ടേസ്റ്റായിരിക്കും. കുരുമുളകിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് 3-4 മണി കുരുമുളക് ചതച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് തേങ്ങ ചൂടായാൽ ചിക്കൻ തിളക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. തണുപ്പ് കാലത്തെല്ലാം സ്റ്റവ് ഓഫ് ചെയ്തു. സൂക്ഷിച്ച് വെക്കണ്ട, അവിടെ ഒന്നോട്ട്. ചക്ക പുഴുക്ക് വേണ്ടേ? അടിപൊളി ചക്കപ്പുഴുക്ക് റെഡിയായി. ചേതന് കൊടുക്കട്ടെ. ചോറിൻ്റെ കൂടെ വേണ്ടേ? നമ്മുടെ ചക്കപ്പുഴുക്ക് പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോലെ.